ഗസ മുനമ്പിൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേലി സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ട്. ജെറുസലേമിലെ ഹദാശ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സൈനികരാണ് തീരുമാനമെടുത്തതെന്നാണ് ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ടെല്ലവീവിൽ ചികിത്സയിലുള്ള ചില സൈനികരും സമാന രീതിയിൽ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചിരുന്നു. ആശുപത്രിയിലെ ജീവനക്കാർ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും വേണ്ട എന്നാണ് താൻ മറുപടി നൽകിയതെന്നാണ് ഒരു സൈനികൻ പറഞ്ഞത്. നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജെറുസലേമിലാണ് താൻ ഉള്ളതെന്നും നെതന്യാഹുവിന്റെ കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ 18 പേരിൽ 15 പേരും ഇത്തരത്തിൽ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ സംഭവം ആശുപത്രി അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. നെതന്യാഹുവിനെ സൈനികർ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെന്നും സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം സൈനികരോട് വ്യക്തമാക്കിയതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഒക്ടോബർ 27 മുതൽ 164 സൈനികരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 874 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 329 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. അതേസമയം പരിക്കേറ്റ സൈനികരോട് ഇസ്രായേൽ കടുത്ത അവഗണന കാട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത്രയധികം പേർക്ക് പരിക്കേറ്റിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് നോൺ പ്രോഫിറ്റ് ഡിസേബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷൻ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. സംഘർഷങ്ങളിൽ പരിക്കേറ്റവർക്കായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണിത്. ഇസ്രായേൽ അധികൃതർ സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നില്ല. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവരടക്കം പരിക്കേറ്റവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവരെ പരിചരിക്കാനായി സംഘടനയുടെ അംഗസംഖ്യ 3 ഇരട്ടി പോലുമാക്കി. 1990കളുടെ തുടക്കത്തിൽ ഗസയിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലെയ്മൻ പറയുന്നു, ഇസ്രായേലിൽ ഭൂരിഭാഗം പേർക്കും സൈനിക സേവനം നിർബന്ധമാണ്. അതിനാൽ തന്നെ പരിക്കേറ്റ സൈനികരുടെ ദുരവസ്ഥ രാജ്യത്ത് വൈകാരിക വിഷയമായി തന്നെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുമുണ്ട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് വലിയ യാത്രയപ്പാണ് നാട് നൽകുന്നത്. അവരുടെ പേരുകൾ വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നു. കുടുംബങ്ങൾക്ക് സൈന്യം എല്ലാവിധ പിന്തുണയും നൽകുന്നു. എന്നാൽ പരിക്കേറ്റവരുടെ അവസ്ഥ ഇതല്ല. അവർ ജീവിതകാലം മുഴുവൻ ദുരിതം പേറി കഴിയേണ്ട ഗതികേടിലാണ്. ഇത്രയധികം പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തോടുള്ള സമീപനം മാറ്റുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമെന്ന് സൈനികർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ പറയുന്നു. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷേബ മെഡിക്കൽ സെന്റർ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തിയിരുന്നു. നിങ്ങളാണ് യഥാർത്ഥ ധീരന്മാർ എന്നാണ് പരിക്കേറ്റ സൈനികരോട് അദ്ദേഹം പറഞ്ഞത്.